കെങ്കേമൻ കേട്ടോ. ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി. മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ ഇപ്പൊ. നമസ്കാരം. അന്തസ്സും മര്യാദയുമുള്ള സഖാക്കൾ ആരെങ്കിലും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ പൊറുക്കണം. ഇനി പറയുന്നതൊന്നും നിങ്ങളെപ്പറ്റിയല്ല. ഇപ്പോൾ കേരളത്തിൽ മനുഷ്യൻ ഭയക്കേണ്ട രണ്ട് സാധനങ്ങളേ ഉള്ളൂ: അറുകൊല മാടന്മാരും അന്തം കമ്മികളും. മാടനെ എങ്ങനെയും പ്രസാദിപ്പിക്കാം. വെച്ചൂട്ടും വെറ്റില പോലെയും സമർപ്പിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ തൊള്ളി ചാരായം കൊടുത്താൽ മതി. കോഴി വെട്ടി കുരുതി കൊടുത്താൽ സംതൃപ്തിയാകും. അന്തം കമ്മികളെ പ്രസാദിപ്പിക്കാൻ ഇമ്മിണി ബുദ്ധിമുട്ടാണ്. കോഴിത്തലയും കരിങ്കോഴിയുടെ ചോരയും പോരാ, ആളെ വെട്ടി തന്നെ കുരുതി കൊടുക്കണം. അത്തരത്തിലൊരു അന്തം അറുകൊലയുടെ വിളിച്ചുകൂവലാണ് നമ്മൾ കേട്ടത്. ഈ മനുഷ്യൻ ഏതു നൂറ്റാണ്ടിൽ പിറവിയെടുത്ത സഖാവാണ്. ഒരു മൈക്കും വാഗീറി പറയാനൊരു വേദിയും കിട്ടിയാൽ എന്തും വിളിച്ചു പറയും. ശിവൻ ചില ദുർബാധകളെ ചവിട്ടിപ്പിടിച്ച് ഭക്തരക്ഷ ചെയ്യാറുണ്ട്. ഊട്ടുസമയത്ത് മാത്രം അവരെ സ്വതന്ത്രമാക്കും. അതുപോലെ പിണറായി ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയാണ് ഈ പറയുന്ന ജയരാജൻ. പിടിവിട്ടാൽ പോയി BJP ആകും. നേതാക്കന്മാരുമായി ബിസിനസ് അങ്ങ് തുടങ്ങും. പിച്ചും പേയും പറയും. മറ്റു ജയരാജന്മാർക്ക് ശല്യക്കാരനാകും. പിണറായി വിജയൻ ഈ ബാധയെ സ്വതന്ത്രമാക്കി ഗൾഫിലേക്ക് പോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ കേട്ട പ്രസംഗം. എങ്ങനെയെങ്കിലും കിരാതമൂർത്തിയായി പിണറായിയെ തൃപ്തിപ്പെടുത്താനുള്ള തൊണ്ടകാറലാണിത്. ഇന്നലെ വരെ അന്തങ്ങൾ പറഞ്ഞു നടന്നത് ഷാഫിയുടെ ഷോ ആണിതെന്നും മൂക്കിലെ പൂട എന്തോ കൊഴിഞ്ഞെന്നേ ഉള്ളൂ, പെയിൻ്റ് എടുത്ത് കമഴ്ത്തിയതാണ് ഇതെന്നായിരുന്നു. ഇപ്പോൾ ജയരാജൻ പറയുന്നു മൂക്കിൻ്റെ പാലമേ തകർന്നിട്ടുള്ളൂ, കൂടുതൽ കളിച്ചാൽ തല കാണില്ല എന്ന്. ഷാഫിയുടെ ദോഷങ്ങളിതാ EP അക്കമിട്ട് നിരത്തുന്നു. ഇതിവിടെ ഒരു MP അഹംഭാവം, ധിക്കാരം, താൻ പ്രമാണിത്വം, ആരാധന ധാരണ. ഈ പറയുന്ന ദോഷങ്ങളൊന്നുമില്ലാത്ത പൊന്നിൻകുടങ്ങളാണല്ലോ നിങ്ങളുടെ പാർട്ടിയിലുള്ളതെല്ലാം. ജയരാജൻ്റെ മുതുകത്തോ കഴുത്തിലോ എങ്ങാണ്ട് ഉണ്ടയുണ്ട് എന്നാണല്ലോ പറച്ചിൽ. കഴുത്തിലെ കെട്ടഴിച്ച് ആരെയും വന്ന് അത് കാണിച്ചിട്ടില്ല. ദേശാഭിമാനിയിൽ ഒരു പടം വന്നതേ ഉള്ളൂ, അത് വെറുതെ ആയിരുന്നുവെന്നാണ് K. സുധാകരൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ജയരാജ ഉണ്ട നിങ്ങളുടെ മജ്ജയിൽ വിലയം പ്രാപിച്ചത്? സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ചിലപ്പോൾ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് പോകാറുണ്ട്. വെടിയുണ്ട അലിയുന്ന ആദ്യത്തെ സംഭവമാണിത്. എന്തായാലും ഷാഫിയുടെ മൂക്കിൻ്റെ പാലം തകർന്നുവെന്ന് ഉണ്ടച്ചിറ്റപ്പൻ സമ്മതിച്ചല്ലോ. കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിയതാണെന്നും ആ അടിയാണ് കൊണ്ടതെന്നുമൊക്കെയാണ് ചിറ്റപ്പൻ പ്രസംഗിക്കുന്നത്. കാണിച്ചു തരാമെന്നും വിവരമറിയിക്കുമെന്നുമൊക്കെ കാച്ചി. പിരായിരി ഇതുവരെ എണ്ണിത്തീർന്നില്ലെന്ന് പിരായിരി അപ്പുക്കുട്ടൻ ധരിച്ചു വെച്ചതുപോലെ ആ സീസർമേൻ ധരിച്ചിരിക്കുന്നത് വടകര എണ്ണിത്തീർന്നിട്ടില്ല എന്നാണ്. ഇപ്പോഴും ആ രണ്ട് ആഘാതങ്ങളിൽ നിന്നും പാർട്ടി പൂർണ്ണമുക്തമായിട്ടില്ല. ഇത്രയൊക്കെ പരസ്യമായി വെല്ലുവിളിക്കുക എന്നത് കണ്ണൂർ സഖാക്കളുടെ ജീവിതശൈലി രോഗമാണ്. പ്രായമേറുന്തോറും അത് കൂടിക്കൂടി വരികയും ചെയ്യും. നായ്ക്കൾ ചിക്കൻ കാല് സ്വപ്നം കാണുകയും ഉറക്കത്തിൽ ആഞ്ഞു കടിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. പ്രതിയോഗിയെ കടിച്ചുടയ്ക്കുന്നതും കൈകാല് വെട്ടുന്നതുമൊക്കെ സ്വപ്നം കണ്ടാണ് കിടപ്പ്. ശരിക്കും EP ജയരാജൻ കിരീടം സിനിമയിലെ കൊച്ചിൻ ഹനീഫയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. കീരിക്കാടൻ്റെ സഹായിയായിരുന്നു അദ്ദേഹം. കീരിക്കാടൻ ചത്തതോടെ ഡിമാൻഡ് പോയി. എങ്കിലും കത്തിയും വീശി അങ്ങാടിയിലൂടെ നടക്കും. പാവങ്ങൾ ചിലർ വഴിമാറി നടക്കും. അവരെ മാത്രം ഭയപ്പെടുത്തും. നല്ല രണ്ടെണ്ണം ചെള്ളയ്ക്ക് കിട്ടിയാൽ അതോടെ അങ്ങ് തീരും. ഈ ജയരാജനൊക്കെ മറ്റുള്ളവരെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കാറുണ്ടെങ്കിലും പാർട്ടിക്ക് വേണ്ടി സ്വന്തമായി ഒരു തല്ലുപോലും കൊണ്ട പുള്ളിയല്ല. ഇങ്ങനെ കവലച്ചട്ടമ്പിയെ പോലെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ച് അന്തങ്ങളെ ആകെ ഇളക്കുന്ന EP ജയരാജൻ ജനങ്ങൾക്ക് ഒരു അത്ഭുതമൊന്നുമല്ല. മുമ്പിലിരുന്ന് കൈയടിക്കുന്നവരെ കാണുമ്പോഴുള്ള ആവേശമാണ്. കോൺഗ്രസ് ചെന്നുപെട്ട ഗതികേടിനെ പറ്റിയൊക്കെ പറയുന്ന ജയരാജൻ ജാവദേക്കർക്ക് ചായ തിളപ്പിച്ച ശേഷം കൂടെ പോകാനിരുന്ന പുള്ളിയാണ്. ഗോവിന്ദനങ്ങ് വടക്കൂന്ന് ഒരു മഹാജാഥ നയിച്ചു വന്നപ്പോൾ ഈ ജയരാജൻ പോയില്ല. പ്രസംഗിക്കാൻ പോകേണ്ട പുള്ളി ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ ആരുടെയോ അടക്കത്തിന് പോയി. ഏതാണ്ട് കറിവേപ്പില പരുവത്തിൽ പാർട്ടിയിൽ നിന്നും പാത്രത്തിൻ്റെ കോണിലിടം പിടിച്ച ജയരാജൻ വല്ലാത്ത നിരാശയിലാണ്. ആകെ ഉണ്ടായിരുന്ന കൺവീനർ ഉദ്യോഗം പാർട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. പിണറായി കേരള ഹൗസിൽ വിളിച്ചു വരുത്തി ഒന്ന് വരുത്തിയതോടെ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. വെല്ലുവിളിയും ഗുണ്ടായുസവും ആക്ഷേപവുമായി നടക്കുന്ന ഈ ജയരാജനാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ പൂത്തളമിറക്കാൻ പോകുന്നത്. ഈ യോഗ്യൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ മതി ആത്മകഥയുടെ നിലവാരം അറിയാം. ഇത് ആത്മകഥയല്ല, ചിറ്റപ്പൻ്റെ ആത്മഗതയാണ്. മാതൃഭൂമിയിലെ ഏതോ ഒരു കേട്ടെഴുത്തുകാരൻ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഷാഫി എന്ന് കേൾക്കുമ്പോൾ സഖാക്കൾ വിരളി പിടിക്കും. രാഹുലിനെ കാണുമ്പോൾ പാലക്കാട്ടുകാർ ചൂലിൻ്റെ കെട്ടെടുക്കുമെന്നൊക്കെ കരുതിയതാണ്.
നാട്ടുകാരിപ്പോൾ അയാളെ പൊക്കി തോളത്ത് വെച്ചിരിക്കുകയാണ്, ഇറക്കി വിടുന്നതേയില്ല. അതുകൂടി കണ്ടതോടെ സകലതിൻ്റെയും ആണിയും പിരായിരിയും ഇളകിയിരിക്കുകയാണ്. വടകരക്കാർക്ക് ഒരു തെറ്റുപറ്റിയത്രേ. 1 ലക്ഷത്തിലധികം വോട്ട് മേടിച്ച് ജയിച്ച ഒരു ചെറുപ്പക്കാരനെ ബഹുമാനിക്കാൻ പഠിക്ക് ജയരാജ. അവരുടെ സ്ഥാനാർത്ഥികൾ തോൽക്കുന്നിടത്തെല്ലാം ജനങ്ങൾക്കാണ് തെറ്റുപറ്റുന്നത്. തൃശ്ശൂരിൽ തെറ്റുപറ്റി, പാലക്കാട്ട് തെറ്റുപറ്റി, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും തെറ്റുപറ്റി, ഒടുവിൽ നിലമ്പൂരും തെറ്റുപറ്റി. കുറേയിടങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയതിൻ്റെ ഗതികേടാണ് ഈ കേരള സംസ്ഥാനം ഇപ്പോൾ അനുഭവിച്ചു വരുന്നത്. ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണല്ലോ ഈ പിണറായിസവും കമ്മ്യൂണിസവും. അല്ല ജയരാജ, ഒന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയില്ലേ? കെ സുധാകരന് പകരം എന്താ എം വി ജയരാജനെ അവർ പാർലമെന്റിലേക്ക് വിടാഞ്ഞത്? അവിടെ തൊട്ടിലിൽ കിടക്കുന്ന ശിശുക്കൾ മുതൽ കട്ടിലിൽ കിടക്കുന്ന മുതുക്കന്മാർ വരെ സഖാക്കളാണല്ലോ. പാർട്ടിയുടെ കോട്ടയുടെ മുഴുപ്പ് കേട്ടാൽ നമ്മൾ അന്തം വിടും. പക്ഷെ ഒരെണ്ണം ജയിക്കില്ല തെരഞ്ഞെടുപ്പിൽ. അത് കോൺഗ്രസ് അങ്ങ് കൊണ്ടുപോകും. അധികാരഹുങ്കുമായി നടക്കുന്നവരെയൊന്നും ജനങ്ങൾക്ക് വേണ്ട സിറ്റപ്പ. ഷാഫിയെ ജനങ്ങൾ സ്നേഹിക്കുന്നതിന് പേരാമ്പ്രയിൽ ചെന്ന് തെറി വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? അടുപ്പുകൾ സഖ്യമായി നടന്ന ജയരാജന്മാരുടെ കാലം കഴിയുകയാണ്. പോലീസിൻ്റെ കൃത്യനിർവഹണത്തെപ്പറ്റിയും CPMൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയെപ്പറ്റിയുമൊക്കെ ഈ ജയരാജൻ പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ്. പക്വത, നീതിബോധം ഇതൊക്കെ CPMകാരെ കണ്ടുപഠിക്കണം. താൻ പറയുന്നത് മിണ്ണത്തരവും വിടുവായത്വവുമാണെന്ന് അറിയാമായിരുന്നിട്ടും അത് കൃത്യമായ താളത്തിൽ പറയാനുള്ള ചിറ്റപ്പൻ്റെ ഈ കഴിവിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. KC വേണുഗോപാലാണ് ഇപ്പോൾ കമ്മികളുടെ മറ്റൊരു ശത്രു. 6 മാസം കഴിയുമ്പോൾ വേണുഗോപാൽ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ലത്രേ. ആലപ്പുഴയിലെ പഴയ കനലിനെ കെടുത്തിയതിൻ്റെ ക്രോധമാണത്. ഈ ജയരാജൻ എപ്പോൾ BJPയിൽ പോകുമെന്ന സംശയമാണ് പാർട്ടിക്കുള്ളത്. പിണറായി പേടി കൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൻഷൻ കാശ് കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, വൈദേഹം റിസോർട്ട്. അതിന് പാര വയ്ക്കാൻ നടക്കുകയാണ് മറ്റേ P ജയരാജൻ. പിണറായി എന്ന കിരാതമൂർത്തി ഈ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് എന്നൊഴിഞ്ഞ് വീട്ടിൽ പോകുന്നു, അന്നിവന്മാർ തെരുവിൽ തല്ലി തുടങ്ങും. വായ പോയ കോടാലി മാത്രമാണ് ഇപ്പോൾ ജയരാജൻ. കണ്ണൂരുകാർക്ക് പോലും വേണ്ട. അവിടെ നിന്ന് പോയിരിക്കുകയാണ് പേരാമ്പ്രയിൽ നാട്ടുകാരെ നന്നാക്കാൻ. പിണറായി വിജയൻ്റെ വികസനം കേരളമാകെ വിന്യസിച്ചിരിക്കുകയാണ് പോലും. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് ആത്മകഥ കൊണ്ടും ആത്മരോഷം കൊണ്ടും അലവലാതി വർത്തമാനം കൊണ്ടും EP തൻ്റെ നില മെച്ചപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ്.